പരീക്ഷണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ദിവസങ്ങൾ കടന്നു പോകാറുണ്ട്. ഓരോരോ ദിവസങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും പോയ ദിവസങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. വരും ദിവസങ്ങളെ പറ്റിയാണ് ചിന്തിക്കാറുള്ളത്. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും, നാളത്തെ ദിവസം എന്തായിരിക്കും, മറ്റന്നാളത്തെ ദിവസം എന്തായിരിക്കും, അങ്ങനെ ഓരോ ദിവസങ്ങളെ പറ്റിയിട്ടും അല്ലെങ്കിൽ ഓരോ ആഴ്ചകളെ പറ്റിയൊക്കെ ചിന്തിക്കും. അല്ലെങ്കിൽ അടുത്ത മാസം അങ്ങനെ വരാൻ പോകുന്നത്, ചിലപ്പോൾ വല്ല കൂലികളോ മറ്റുള്ളത് കിട്ടുവാനുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ അടയ്ക്കാനുണ്ടാവും. അതിനുള്ള ധനശേഖരണം ചിലപ്പോൾ കുറവായിരിക്കും. സാധാരണക്കാരുടെ കാര്യമാണ് പറയുന്നത്. അതായത് ഇതിൽ മിക്കവാറും മീഡിയം ആൾക്കാരുള്ളവരുടെ ഒരു സ്വഭാവ രീതിയായിരിക്കും വരുന്നത്. പക്ഷേ മോഹങ്ങൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ചിലവർക്ക് ചെറിയ മോഹങ്ങൾ, ചിലവർക്ക് വലിയ മോഹങ്ങൾ, വൻകിട ആളുകൾക്ക് വൻകിട മോഹങ്ങൾ, ചെറുകിട ആളുകൾക്ക് ചെറുകിട മോഹങ്ങൾ, അതിലും താഴ്ന്നതിൽ നിൽക്കുന്നവർക്ക് അതിൻ്റേതായിട്ട് മോഹങ്ങൾ. ഒരു ഉദാഹരണത്തിന് ഒരു വാഹനം വാങ്ങിക്കണം നിൽക്കുക. ഒരു വാഹനം പറഞ്ഞാൽ ഉള്ളിൽ ഏറ്റവും ചെറിയൊരു വാഹനം ആയിരിക്കും നല്ല ഒരു കമ്പനീൻ്റെ, ഒരു മാരുതി തന്നെ എടുക്കാം. ആ മരുന്നിൽ വന്നിട്ട് നമുക്ക് ഒരു നല്ല കമ്പനി ആയിട്ട് തിരഞ്ഞെടുക്കാം എന്ന് വെക്കുന്നു. അപ്പോൾ അതല്ല, വൻകിട ലെവലിൽ ഒരു വാഹനം വാങ്ങിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നല്ല എക്സിക്യൂട്ടീവ് വണ്ടി വാങ്ങിക്കാനുള്ള തീരുമാനമായിരിക്കും മറ്റുള്ളവർ ചിന്തിക്കുന്നത്. അതുമല്ല, ചിലവർക്ക് ടൂ വീലർ ഇല്ലാത്ത ഒരു വീടില്ല എന്ന പോലെയാണ് ഇപ്പോൾ എല്ലാ വീടുകളിലും ടൂ വീലറുണ്ട്. 4 ചക്ര വാഹനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓരോ സ്വഭാവങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള മോഹങ്ങൾ ഉണ്ടാവും. ചിലവർക്ക് ഒരു ഭവനം വയ്ക്കണമെന്നായിരിക്കും, ചിലവർക്ക് ഭൂമി വാങ്ങിക്കണമെന്നായിരിക്കും, ചിലവർക്ക് ആഭരണം വാങ്ങിക്കണമെന്നായിരിക്കും, ചിലവർക്ക് പ്രണയാവർത്തന ഒരാളോട് പറയണമെന്നായിരിക്കും, ചിലവർക്ക് എന്തെങ്കിലും മോഹങ്ങൾ അങ്ങോട്ട് പറയണമെന്നുണ്ടാകും, അത് പറയാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇടവക്കൂറ് എന്ന് പറയുമ്പോൾ ഇടവൻ രാശിക്കാർക്ക് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇപ്പോൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലും ടോപ്പായിട്ടുള്ള ഒരു ദിവസത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ജൂലൈ മാസത്തിലത്തെ 15, 16, 17 എന്ന ദിവസങ്ങൾ. ജൂലൈ 15, 16, 17 എന്ന ദിവസങ്ങളിൽ ഇവർക്ക് അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളിൽ അനുകൂലപരമായിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന മാസങ്ങളും വർഷങ്ങളിലും അതിൻ്റെ ദിവസങ്ങൾ കുറച്ചുകൂടി അനുകൂലപരമായിട്ടുള്ള ദിവസങ്ങളാണ്. ആ ദിവസങ്ങളിൽ ഇവർക്ക് പല അത്ഭുതകരമായിട്ടുള്ള സംഭവങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത് നല്ലതാവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഉദാഹരണത്തിന് ധനം വന്ന് കൈ ചേരുവാനുള്ള സാധ്യതയുണ്ട്. പല വൻകിടകളെല്ലാം കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. വൻകിട കുറികൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിനുള്ള കുറികളൊക്കെ കിട്ടുവാനുള്ള സാധ്യതകളുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ മോഹത്തിലൂടെ ചെറിയതും വലിയ മോഹത്തിലൂടെ വലുതും കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ആഭരണങ്ങൾ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ലോട്ടറി ഭാഗ്യം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരും എന്ന് ഉദാഹരണത്തിൽ പറയാം. ഭാഗ്യത്താൽ അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനലാഭം, അതിനെയാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് കാലങ്ങളായി ഒരു തിരക്കഥ എഴുതിക്കൊണ്ട് അതെങ്ങനെ ഡയറക്ടറോടോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ കാണിക്കും ഒരു വൈമുഖ്യം ഉണ്ടാവും. അതായത് എങ്ങനെ കാണിക്കുന്നു എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവർക്കും, അതുപോലെ ഗാനരചന എഴുതി അല്ലെങ്കിൽ മ്യൂസിക് കമ്പോസ് ചെയ്ത് ഇരിക്കുന്നവർക്കും ഇതുപോലെ സങ്കോചങ്ങളുണ്ടാവും. ഇന്ന് വേണം, നാളേക്ക് വേണമെന്ന് നീട്ടി കൊണ്ടുപോകുന്ന സമയമുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം ഈ പറയുന്ന 15, 16, 17 എന്ന ദിവസങ്ങൾ കാർത്തിക, രോഹിണി, മകീരം എന്ന നക്ഷത്രക്കാർക്ക് വളരെ ഉചിതപരമായിട്ടുള്ള ദിവസങ്ങളാണ് എന്നാണ് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഇവരുടെ മോഹങ്ങൾ പൂവണിയും, അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കും, ശുഭവാർത്തകൾ കേൾക്കും, മനസ്സിന് ഇണങ്ങിയ ഓരോരോ മോഹങ്ങൾ പൂവണിയും, വാഹനയോഗം ചിലപ്പോൾ ഉണ്ടാവും, ചിലപ്പോൾ ഭൂമിയായിരിക്കും യോഗത്തിന് വരിക, അതുപോലെ തന്നെ ചിലപ്പോൾ ആഭരണമായിരിക്കും വരിക, ചിലപ്പോൾ ചില ബന്ധു സമൂഹങ്ങളായിരിക്കും വരിക, ചിലപ്പോൾ ചിരകാലമായി നമ്മൾ കാണാൻ കൊതിക്കുന്ന ആളുകളായിരിക്കും കാണുക. ജനസമൂഹത്തിൽ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു മര്യാദ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും അന്നേക്ക്. നമുക്ക് എന്തെങ്കിലും പ്രമോഷനെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ആ പ്രമോഷൻ കിട്ടുവാനുള്ള സാധ്യത, വിദേശ ജോലിക്കായിട്ട് അന്വേഷിച്ചുകൊണ്ടിരുന്ന് അതിൻ്റെ എന്തെങ്കിലും രേഖകൾ വരുവാനുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ രോഗശയ്യയിൽ കിടക്കുന്നവർക്കും രോഗങ്ങൾ കൊണ്ട് പ്രതിമുട്ടിരിക്കുന്നവർക്കും എന്തെങ്കിലും റിസൾട്ടെല്ലാം വരുവാനുണ്ടെങ്കിൽ ആ വരുന്ന ദിവസം ഇതാണെങ്കിൽ അവർ കുറച്ച് ആശ്വാസങ്ങൾ, പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ കിട്ടുവാനുള്ള ദിവസങ്ങൾ. അങ്ങനെ പലവിധ ചിന്തകളും പലവിധ അനുകൂലപരമായിട്ടുള്ള കാര്യങ്ങളും നടക്കുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് പറയുന്നത്. അതും പൊതുവെ ഈ നക്ഷത്രക്കാർ കാർത്തിക, രോഹിണി, മകീര എന്ന നക്ഷത്രക്കാർക്ക്
ഉള്ളതിൽ കൂടുതലായിട്ടുള്ള ഒരു ദിവസങ്ങളായിരിക്കും ഈ ദിവസങ്ങൾ. ഈ ദിവസത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞുകൊണ്ട് നല്ല നല്ല കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ സമയത്താണ് നമ്മളൊരു വാഹനം വാങ്ങിക്കുമെങ്കിൽ ആ വാഹനം ലൈഫിൽ എന്ന് കൈവിട്ട് പോകാതെ അങ്ങനെ നിൽക്കും. ആഭരണമാണ് വാങ്ങിക്കുന്നതെങ്കിൽ പണയം വെക്കുന്നത് കൂടാതെ വിറ്റ് പോകാനുള്ള സാധ്യത കുറയും. അന്നത്തെ ദിവസമാണ് സന്താനം ജനിക്കുന്നതെങ്കിൽ ആ സന്താനം നല്ല ഇതിലുള്ള ഒരു സന്താനമായി മാറും. അന്നത്തെ ദിവസമാണ് ഗർഭാധാരണം നടക്കുന്ന റിസൾട്ട് അറിയുന്ന ദിവസം. അതായത് കുറച്ച് കാലമായിട്ട് മിസ്സിംഗ് ആയി പോകൊണ്ടിരിക്കുന്നവർക്ക് ഗർഭാധാരണം അറിയുന്ന ദിവസമായിരിക്കും. ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടും അങ്ങനെയുള്ള ദിവസം. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ജോലി കിട്ടി എന്നുള്ള സന്തോഷ വാർത്ത അറിയുന്ന ദിവസം. അതുപോലെ വിദേശത്തേക്ക് ഉള്ള യാത്ര തയ്യാറായി എല്ലാം റെഡിയായി എന്നുള്ള അറിയുന്ന ദിവസം. അല്ലെങ്കിൽ അന്നേക്ക് പോകുന്ന ദിവസം ഇതാണെങ്കിൽ യാതൊരുവിധ തടസ്സങ്ങളും കൂടാതെ പോയി അവിടെ എത്തി ജോലിയിൽ പ്രവേശിച്ച് യാതൊരുവിധ അജല്യമില്ലാതെ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ ഉദ്ദേശിച്ച യാത്രകൾ മുടങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ദിവസങ്ങൾ യാത്ര ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം സിദ്ധിക്കും എന്നും, അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മൾ നല്ല ദിവസം ഏത് ദിവസം പോകാം എന്ന് തീരുമാനിക്കുന്ന സമയം ഇതായിരിക്കും. ഗവൺമെൻറ് തലത്തിൽ എന്തെങ്കിലും രേഖകളോ മറ്റുള്ളതോ കിട്ടുവാനുണ്ടെങ്കിൽ അത് കിട്ടുന്ന ദിവസമായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചും ചിന്തിച്ചും ഇരിക്കുന്നവർക്ക്, നാളെയോ മറ്റന്നാളോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഈ ദിവസങ്ങൾ അനുകൂലപരമായിട്ട് വരുന്നതും വളരെ ഉത്തമമായിട്ട് ഇവർ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് 15, 16, 17 എന്ന തീയതികൾ വളരെ ശുഭഫലങ്ങൾ തരുന്ന ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ എതിർദിശയിൽ പെട്ടിരിക്കുന്നത്, അതായത് ഒരു ഭാര്യയാണെങ്കിലോ ഭർത്താവാണെങ്കിലോ അവരുടെ നക്ഷത്രം, ഇപ്പോൾ ഒരു ഭർത്താവാണ് ഈ നക്ഷത്രത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് വിപരീതപരമായിട്ടുള്ള നക്ഷത്രമാണ് ആ ദിവസം. ഈ പറയുന്ന 15, 16, 17 എന്ന ദിവസങ്ങൾ ഭാര്യയ്ക്ക് അനുകൂലമല്ലാത്ത ദിവസമാണെങ്കിൽ ഈ പറഞ്ഞതിന്റെ മിശ്ര ഗുണമായിട്ട് പോകും എന്നാണ് പറയുന്നത്. മിശ്ര ഗുണം പറഞ്ഞാൽ ദോഷവും ഗുണവും ഇല്ലാത്ത ലെവലിൽ പോകും എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞത് അവിടെ അനുകൂലത്തിൽ വരണമെന്നില്ല. ഇത് എന്തിനാ പറയുന്നത് വെച്ച് പറഞ്ഞാൽ നമ്മൾ ഇടുന്ന ഓരോ വാർത്തകൾക്കും കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് വരാറുണ്ട്. ആ കമന്റ് ബോക്സിൽ ഇന്നത്തെ ദിവസം പൊട്ടയായിരുന്നു, നിങ്ങൾ പറയുന്നത് നടന്നില്ല എന്ന് പറയുന്ന രീതികൾക്ക് ഉള്ള ഒരു മറുപടി ആയിട്ട് ഞാൻ പറയുകയാണ്. അത് കാരണം കൊണ്ടാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഫലിക്കില്ല. ഇനിയിപ്പോൾ കല്യാണം കഴിയാത്തവരാണെങ്കിലോ ഭാര്യയും ഭർത്താവും കുട്ടികളൊന്നും ഇല്ലാത്തവരാണെങ്കിലോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ നഷ്ടത്തരം എഗനിസ്റ്റായിട്ട് വരികയാണെങ്കിൽ ഒരു കുടുംബത്തിലായിരിക്കും താമസിക്കുന്നത്. അങ്ങനെ എഗനിസ്റ്റായിട്ട് വരികയാണെങ്കിൽ അങ്ങനെയും വരുവാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും 160% ഇങ്ങനെയുള്ള ശുഭഫലങ്ങൾ തരുന്ന ദിവസമായിരിക്കും കാർത്തിക, രോഹിണി, മകീര നക്ഷത്രക്കാർക്ക് 15, 16, 17 എന്ന ദിവസങ്ങളിൽ യാതൊരു സംശയമില്ല. അനുകൂലമായിട്ട് തന്നെ വരട്ടെ ഈ ദിവസങ്ങൾ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.